നമസ്കാരം. ഇറാൻ കത്തുന്നു. ഇന്ത്യക്കാരെ അടക്കം ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. യുഎസിന്റെ സൈനിക താവളങ്ങൾ അടക്കം തകർക്കാൻ തയ്യാറായിട്ട് ഇറാൻ റെഡിയായി നിൽക്കുന്നു, സജ്ജമായി നിൽക്കുന്നു. ആഭ്യന്തര കലാപം എന്ന് പറയപ്പെടുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ഇറാനിൽ നിന്ന് എത്രയും വേഗം ഇന്ത്യക്കാർ മടങ്ങണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര നിർദ്ദേശം വന്നിരിക്കുന്നു. അതായത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വിനോദസഞ്ചാരികൾ, ബിസിനസ്സുകാർ തുടങ്ങി ഇറാനിലുള്ള മുഴുവൻ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഉടൻ മടങ്ങണമെന്നുള്ളതാണ് ഇന്ത്യൻ എംബസി അവർക്ക് നൽകിയിരിക്കുന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം. അതേസമയം ഇറാനിലേക്കുള്ള എല്ലാ യാത്രകളും അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 3000-ലധികം പേർ മരിച്ച പ്രക്ഷോഭം 20-ാം ദിവസത്തിലേക്ക് കടക്കുകയും രാജ്യത്തുടനീളം 280 സ്ഥലങ്ങളിൽ മാരകമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് വഴുതി വീഴുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഈ നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത്. ആഴ്ചകളായിട്ട് തുടരുന്ന പ്രക്ഷോഭങ്ങൾ എന്ന് പറയപ്പെടുന്നത് അത് കുറയുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളത് ആശങ്ക വലുതാക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാർക്ക് കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഇറാനിൽ തുടരുന്ന ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് എംബസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധം നടക്കുന്ന ഇടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖകളും എപ്പോഴും കൈവശം വെക്കുക, എംബസിയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഇതുവരെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ വിവരങ്ങൾ അവർക്ക് എംബസിക്ക് കൈമാറുക. അതുപോലെ തന്നെ അടിയന്തര സഹായത്തിനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇമെയിൽ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. ഇറാനിലെ സാമ്പത്തിക മാന്ദ്യവും ഒപ്പം തന്നെ കറൻസിയുടെ മൂല്യത്തകർച്ചയുമാണ് ഇപ്പോൾ ജനങ്ങളെ അവിടെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇത് നിലവിൽ ഭരണകൂടത്തെ താഴെ ഇറക്കുവാനുള്ള വൻ പ്രക്ഷോഭമായിട്ട് ആളിപ്പടരുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക നിലനിൽക്കുന്നത്. എപ്പോൾ എങ്ങനെ ഈ പ്രക്ഷോഭം അവസാനിക്കുമെന്ന് അല്ലെങ്കിൽ അവസാനിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ എംബസിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്നും പ്രാദേശിക മാധ്യമങ്ങളിലൂടെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കണമെന്നും കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി. ഒപ്പം തന്നെ അടിയന്തര സഹായങ്ങൾക്കായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടക്കം അല്ലെങ്കിൽ ഇമെയിൽ സംവിധാനം അടക്കം എംബസി സജ്ജമാക്കിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, നമുക്കറിയാമല്ലോ ഇറാനിൽ ഈ സംഭവിച്ചത് സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പത്തിനും എതിരെയൊക്കെയാണ് 20 ദിവസം മുൻപ് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും വലിയ ആഭ്യന്തര യുദ്ധമായിട്ട് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യമൊട്ടാകെയുള്ള ഏകദേശം 280ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം മരണം 3400 പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് പറയേണ്ടത്. ഇറാനിലെ തെരുവുകളെല്ലാം തന്നെ ചോരപ്പുഴയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന എന്ന് പറയപ്പെടുന്ന ഇറാനിലെ ഭരണകൂടത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളാണ് എന്നുള്ളതാണ്. സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ പ്രതിഷേധക്കാരോട് ആഹ്വാനം ചെയ്ത ട്രംപ് അത് നിങ്ങൾ സമരങ്ങളിൽ നിന്ന് പിൻവാങ്ങരുത് എന്നും സഹായം നിങ്ങൾക്കുടൻ എത്തുമെന്നും ഒക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ഇതോടെ ഇറാൻ വിഷയം ഒരു അന്താരാഷ്ട്ര സൈനിക നീക്കത്തിലേക്ക് മാറുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ ശക്തമായിട്ട് നിൽക്കുന്നത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ കലാപമെന്ന് ഇറാൻ ഭരണകൂടത്തിന്റെ ആരോപണം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് ലോകം കാണുന്നുണ്ട്, ലോകം വീക്ഷിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യം എന്നാൽ നേരിടാൻ എല്ലാ വഴിയും നോക്കുമെന്നും സജ്ജമാണ് എന്നും സർക്കാർ വൃത്തങ്ങൾ കൃത്യമായി പറയുമ്പോഴും ഇന്ത്യക്കാരടക്കമുള്ളവർ കരുതിയിരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം അടക്കം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സയ്യിദ് അബ്ബാസ് അരാച്ചുകയുമായിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമായിട്ടാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറാനിലെ സാഹചര്യം അത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി നടത്താൻ ഇരുന്ന ഇന്ത്യ സന്ദർശനം അടക്കം മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധസന്നാഹമുണ്ട്, അല്ലെങ്കിൽ യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളതിന്റെ സൂചനകളാണ് നൽകുന്നത്. ഈ സർക്കാർ വിരുദ്ധ കലാപം തുടർന്ന ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയപ്പെടുന്ന 3400-ലധികമായി, 10,000-ലേറെ പേർ അറസ്റ്റിലായി. കൂടാതെ ഈ ജനുവരി 8 മുതൽ ഇപ്പോഴും പ്രക്ഷോഭത്തിലാണ് ഈ പറയുന്ന ജനം എന്ന് പറയപ്പെടുന്നത്. പ്രക്ഷോഭം ശക്തമായിട്ട് പ്രദേശത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയൊക്കെ ഇന്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ നിരോധിക്കുകയും കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇത്രത്തോളം പ്രക്ഷോഭം നടക്കുന്നുണ്ട് എന്നുള്ളതുള്ള കൃത്യമുള്ള റിപ്പോർട്ടുകൾ ലോകത്തിന് ലഭിക്കാതായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു കൃത്യത നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ 3400 പേർ അല്ലെങ്കിൽ അതിലധികം ആൾക്കാരായി എന്ന് പറയപ്പെടുന്നത് ഈ ജനുവരി 8 മുതൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ പ്രക്ഷോഭകാരികളെ സഹായിക്കാൻ അമേരിക്ക സൈനികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയാണ് എങ്കിൽ മേഖലയിലെ US സൈനിക താവളങ്ങൾ അടക്കം തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന് സൗകര്യമൊരുക്കുന്ന അയൽ രാജ്യങ്ങൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ കൃത്യമായിട്ടുള്ള പ്രത്യാക്രമണ നീക്കം നടക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മേഖലയിലെ പ്രധാന US വ്യോമതാവളങ്ങളിൽ അവിടെ നിന്ന് ചില ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ യുദ്ധം ആകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. അപ്പോൾ എന്നാൽ കഴിഞ്ഞ വർഷത്തെ മിസൈൽ ആക്രമണം ആരും മറന്നിട്ടില്ല. അതിന് മുന്നോടിയായിട്ട് നടന്ന പോലുള്ള വലിയ തോതിലുള്ള സൈനിക പിന്മാറ്റം അത് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഇപ്പൊ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭത്തിൽ ഇതുവരെ ഏകദേശം 3400ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ട് മനുഷ്യാവകാശ സംഘടനകളടക്കം കണക്ക് പുറത്തു പറയുന്നു. കൂടാതെ ഗൾഫ് രാജ്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള താക്കീതുമായിട്ട് ഇറാൻ ഇറങ്ങുകയാണ് വീണ്ടും. അതിലൊന്നെന്ന് സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾക്ക് പുറമെ തുർക്കിക്ക് കൂടിയുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഈ 3 രാജ്യങ്ങളിലെയും അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ തിരിച്ചാക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതോടുകൂടി ഗൾഫ് മേഖലയിൽ ആശങ്ക വ്യാപിക്കുന്നു എന്നതാണ്. ഇറാനെതിരെ സൈനിക നടപടി വൈകാതെ ഉണ്ടാകുമെന്നുള്ള അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുമ്പോഴും തൊട്ടു പിന്നാലെയാണ് ഇറാൻ 3 രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇറാനെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഈ 3 രാജ്യങ്ങളെയും ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ളതാണ്. അതായത് സൗദി ആകട്ടെ, ഈ UAE ആകട്ടെ, തുർക്കി ആകട്ടെ, ഈ 3 രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഖത്തറിലെ അൽ ഉദൈദ് സൈനിക വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്ക ഒഴിപ്പിക്കൽ തുടങ്ങുന്നത് ഇതിന്റെ ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ്. അടിയന്തര പ്രാധാന്യമില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് ഒഴിപ്പിക്കുന്നത്. 3 നയതന്ത്ര ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല 10,000-ഓളം വരുന്ന അമേരിക്കൻ സൈനികർ തമ്പടിച്ചിരിക്കുന്ന ഖത്തറിലെ സേനാ താവളമാണ് ഈ അൽ ഉദൈദ് എന്ന് പറയപ്പെടുന്നത്. സൗദി അറേബ്യ ഇറാനെ ആക്രമിക്കരുത് എന്ന് UAEയും ഖത്തറും സൗദി അറേബ്യ അടക്കം അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാനെ ആക്രമിച്ചാൽ തങ്ങളുടെ രാജ്യങ്ങൾ ഭീഷണിയുടെ മുൾമുനയിലാകുമെന്ന് തന്നെയാണ് ഈ 3 രാജ്യങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് UAEയും സൗദിയും തുർക്കിയും. അപ്പോൾ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ അങ്ങനെ ഒരു ആക്രമണത്തെ നേരിടുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഈ 3 രാജ്യങ്ങൾ. അപ്പോൾ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ വ്യോമ മേഖല അനുവദിക്കില്ല എന്ന് സൗദി വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അപ്പോൾ കഴിഞ്ഞ വർഷം അമേരിക്കൻ സേന ഇറാനിലെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പും അൽ ഉദൈദ് സേനാ വിമാനത്താവളത്തിൽ നിന്ന് ഒഴിപ്പിക്കൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള സൈനിക ഉപകരണങ്ങൾ മാറ്റുകയും ഒപ്പം തന്നെ സൈനികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള നടപടി അമേരിക്ക ഇപ്പോൾ സ്വീകരിക്കുന്നതാണ് മേഖലയിൽ ആദി ഇരട്ടിയാക്കുന്നത്, അല്ലെങ്കിൽ ആശങ്ക ഇരട്ടിയാക്കുന്നത്. അവിടെ നിന്ന് സൈനികരെ മാറ്റിക്കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ നിന്നുള്ള ആക്രമണ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ തിരിച്ചടിച്ചത് ഖത്തറിലായിരുന്നു. അൽ ഉദൈദ് വിമാനത്താവളത്തിലായിരുന്നു ഇറാന്റെ മിസൈൽ പതിച്ചത്. എന്നാൽ ഇത്തവണ സൗദി, UAE, തുർക്കി എന്നീ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് മേഖലയിലെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല ഇറാനിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ സേനാ മേധാവികളുടെ യോഗമടക്കം നടക്കുമ്പോഴും അവിടെ ഇറാന് ഒരു തരത്തിലുള്ള കുലുക്കമില്ല. അവരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ US സൈനിക താവളങ്ങൾ അടക്കം തകർക്കും. അത് ഖത്തറിലെ ആണെങ്കിലും ഈ സൗദിയിലെ ആണെങ്കിലും തുർക്കിയിലെ ആണെങ്കിലും UAE ആണെങ്കിലും എവിടെയുള്ളതാണെങ്കിലും തകർക്കാൻ പോകുന്നത് അവരെ ആയിരിക്കും. അതുകൊണ്ട് അവർ ഭയത്തിലാണ്. അപ്പോൾ അമേരിക്കയോട് ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ആക്രമിക്കരുത് ഇറാനെ എന്ന് പറയുമ്പോഴും. പക്ഷേ ആക്രമണം 24 മണിക്കൂറിനകത്ത് അമേരിക്ക തൊടുത്തുവിടുകയാണ് എന്നുണ്ടെങ്കിൽ തകരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള 3 രാജ്യങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ആദ്യം ഞാൻ സൂചിപ്പിച്ച തുർക്കിയും സൗദിയും UAE അടക്കമുള്ള 3 രാജ്യങ്ങളും ഇപ്പോൾ ആശങ്കയിലാണ്. അവിടുത്തെ മലയാളികൾ അടക്കം ആശങ്കയിലാണ്, ഇന്ത്യക്കാരടക്കം ആശങ്കയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഇറാൻ കത്തി തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അവിടെ ഇന്ത്യക്കാരെ അടക്കം ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. US സൈനിക താവളങ്ങൾ അടക്കം തകർക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇറാൻ ഇറങ്ങിച്ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്കയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യക്കാരെ രക്ഷിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഒഴിവാക്കി അവരെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന് പറയപ്പെടുന്നത് തന്നെ, അല്ലെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് തന്നെ യുദ്ധം അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്.